നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിന് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷാണ് ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിൽ 5 പേർ പിടിയിലായി. ലോഡ്ജിൽ മുറി നൽകാത്തതിന് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവം 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. തെങ്ങിൽ നിന്ന് വീണ് റിട്ടയർഡ് അധ്യാപകൻ മരിച്ചു. മണ്ണാർക്കാട് കുമരകത്തൂർ ചുങ്ക സ്വദേശി 73-കാരനായ ഭാസ്കരൻ നായരാണ് മരിച്ചത്. മെഷീൻ ഉപയോഗിച്ച് തെങ്ങിൽ കയറുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് താഴെ വീഴുകയായിരുന്നു. കാഞ്ഞിരപ്പുഴ കുമ്പളഞ്ചോല നിവാസികളെ CPM വാർഡംഗം പ്രതീഷ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന പരാതിയുമായി അമ്മമാരും കുട്ടികളും. ഭർത്താക്കന്മാരും കുട്ടികളും 3 ദിവസമായി ഒളിവിലാണെന്നും അമ്മമാർ. ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചെന്നും വധഭീഷണി മുഴക്കിയതായും പരാതി. മഴ കുറഞ്ഞതോടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ പുതിയ പാലത്തിന്റെ പണികൾ വേഗത്തിലായി. തൂണുകൾക്കായുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. പട്ടാമ്പി പഴയകടവിനെയും ഞാങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 14 മുതൽ ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ നടക്കും. 3000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ചെറുപ്പശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേള പുലാപ്പറ്റയിൽ തുടങ്ങി. വീണ്ടും വിവാഹിതരായി. ദാമ്പത്യത്തിൽ 55 വർഷം പൂർത്തിയാക്കിയ ബഷീർ മാഷും ഹസ്നത്ത് ടീച്ചർ. മണ്ണാർക്കാടാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം നടന്നത്. നിയമസാധുത ഉറപ്പാക്കാനാണ് വാർദ്ധക്യത്തിലെ പുനർവിവാഹമെന്ന് ദമ്പതികൾ. വിശദമായ വാർത്തകൾ നോക്കാം. ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിനെ വാണിയംകുളത്ത് വെച്ച് മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി പിടിയിൽ. സി രാകേഷാണ് ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിൽ 5 പേർ പിടിയിലായി. ഡിവൈഎഫ്ഐ മുൻ നേതാവ് വിനേഷിനെ വാണിയംകുളത്ത് വെച്ച് മർദ്ദിച്ച കേസിലാണ് ഒരാൾ കൂടി പിടിയിലായത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷാണ് പിടിയിലായത്. ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലെത്തി രാകേഷ് കീഴടങ്ങുകയായിരുന്നു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 5 ആയി. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസ്, കൂനത്തറ മേഖലാ ഭാരവാഹികളായ സുർജിത്ത്, കിരൺ, ഹാരിസ്, സുഹൃത്തായ രാജു എന്നിവരാണ് മുമ്പ് പിടിയിലായത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വിനേഷിന് വാണിയംകുളത്തും പനയൂരും വെച്ച് ക്രൂര മർദ്ദനമേറ്റത്. രാകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിനേഷ് കമന്റിട്ടതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ആക്രമണത്തിൽ കലാശിച്ചത്. വാണിയംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനേഷിന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ലോഡ്ജിൽ മുറി നൽകാത്തതിന് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത കേസിൽ 2 യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. 4 പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം നാട്ടുകാർക്ക് നേരെ പരാക്രമവും അസഭ്യവർഷവും നടത്തിയിരുന്നു. ഈ കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ലഹരി ഉപയോഗിച്ച 4-അംഗ സംഘം സ്വകാര്യ ലോഡ്ജിൽ മുറി ചോദിച്ചെത്തിയപ്പോൾ റൂം ഇല്ലെന്ന് പറഞ്ഞ ഇവിടത്തെ ജീവനക്കാരനായ അസം സ്വദേശി അനാറുൽ ഇസ്ലാം എന്നയാളെ സംഘം കയ്യേറ്റം ചെയ്തിരുന്നു. അസം സ്വദേശിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 4-അംഗ സംഘം നാട്ടുകാർക്ക് നേരെ തിരിയുകയും അക്രമവും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. ലോഡ്ജിൽ മുറി നൽകാത്ത വൈരാഗ്യത്തിൽ ലോഡ്ജ് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കക്കൂത്ത് കിഴക്കേക്കര മുഹമ്മദ് ജംഷീർ, അങ്ങാടിപ്പുറം പുതുക്കുടി അബ്ദുറഹ്മാൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ മറ്റൊരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട്. കഴിഞ്ഞ 10-ന് രാത്രി 11:00-ഓടെയായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ ലോഡ്ജ് ജീവനക്കാരനായ അസം സ്വദേശി അനാറുൽ ഇസ്ലാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ, SI-മാരായ ശ്രീനിവാസൻ, മുഹമ്മദ് ഷുഹൈബ്, പോലീസ് ഉദ്യോഗസ്ഥരായ ജിതിൻ, കൃഷ്ണപ്രസാദ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാഞ്ഞിരപ്പുഴ കുമ്പളഞ്ചോല നിവാസികളെ CPM വാർഡംഗം പ്രതീഷ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന പരാതിയുമായി കുമ്പളഞ്ചോലയിലെ അമ്മമാരും കുട്ടികളും രംഗത്ത്. ഭർത്താക്കന്മാരും കുട്ടികളും 3 ദിവസമായി ഒളിവിലാണെന്നും അമ്മമാർ. ജാതിപ്പേര് വിളിച്ച് അവഹേളിച്ചെന്നും വധഭീഷണി മുഴക്കുകയാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എൻ്റെ മകൻ എനിക്ക് എൻ്റെ മുമ്പിൽ കാണും. ഈ മെമ്പർ കളിച്ച കളിയാണ്. അവന് പാർട്ടിയുടെ എൻ്റെ മകൻ ഒരു പാർട്ടിയിൽ അന്ത്യോളം പണിക്ക് പോകും വരും. എൻ്റെ മക്കൾ എനിക്കും എൻ്റെ കെട്ടിയവൻ എന്തെങ്കിലും കൊണ്ട് തരും. അതിൻ്റെ വൈരാഗ്യമാണ്. എനിക്ക് ഇത്രയാ പറയാനുള്ളൂ. എനിക്ക് 6 മണിയാകുമ്പോഴേക്ക് എൻ്റെ മകനെ എനിക്ക് കാട്ടി കിട്ടണം സാറേ. അല്ലെങ്കിൽ എൻ്റെ കെട്ടിയവനെയും കൊണ്ട് ഞാനോ പിടിക്കാൻ പോവുക. നമുക്കിവിടെ കിടക്കണ്ട. രാത്രിയായ പേടിയാകാണ്. ആരെങ്കിലും അവരാൾക്കാർ വന്ന് തല്ലിയോ കൊല്ലിയോ ചെയ്യും. നമുക്ക് പോകാൻ ഞാൻ എന്തൊക്കെ വെച്ച് കൊണ്ടുപോകാൻ കുട്ടിയല്ല. എനിക്ക് എൻ്റെ മകന് 6 മണിയാവുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടണം. കേരളോത്സവത്തിൽ ക്രുസാഡോ ക്ലബിന് കൂടുതൽ പോയിന്റ് ലഭിക്കുകയും ഇതേ ചൊല്ലി മദ്യലഹരിയിലെത്തിയ വാർഡംഗം പ്രതീഷ് ക്ലബ് അംഗങ്ങളെ ജാതിപ്പേര് വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഈ സംഭവം പ്രതീഷിന്റെ വീട് കയറി ആക്രമിച്ചെന്നും വീട്ടിലെ സ്ത്രീകളെ അപമാനിച്ചെന്നും കാണിച്ച് കള്ളക്കേസ് നൽകിയിരിക്കുകയാണ്.
ക്ലബ്ബ് പരിസരത്ത് വെച്ചുണ്ടായ തർക്കമാണ് ഈ രൂപത്തിൽ വളച്ചൊടിച്ചത്. പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് തങ്ങളുടെ ഭർത്താക്കന്മാരെയും മക്കളെയും കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം കാണാതായ തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ഉടൻ കണ്ടെത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. തുടങ്ങിയത് KC കുമ്പളഞ്ചോല എന്നൊരു ക്ലബിലായിരുന്നു അംഗമായിരുന്നു ഞങ്ങളെല്ലാവരും. ഈ ക്ലബ്ബ് എല്ലാവരും കൂടിയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ ക്ലബ്ബിൽ നടക്കുന്നത്. ക്ലബ്ബിൽ കൊണ്ടുവന്ന് കൊടി വയ്ക്കുക, അങ്ങനെ പല പ്രവർത്തനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിൽ ചോദിച്ചു എന്തിനാ അവിടെ കൊടി കൊണ്ടുവന്ന് വയ്ക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളാണ്, അതിനെ പ്രവർത്തിച്ചാണ് ഈ ക്ലബ്ബ് രൂപീകരിച്ചത് എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇതിലാണ് ഞങ്ങൾ പുതിയ ക്ലബ്ബ് രൂപീകരിച്ചത്, ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കൂടെ. അപ്പോൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായത് കേരളോത്സവം തുടങ്ങിയ അന്നാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങളെല്ലാത്തിനും ഓടാനും വോളിബോള് ക്രിക്കറ്റ് എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാത്തിനും ആക്റ്റീവായിട്ട് ഞങ്ങൾക്കായിരുന്നു കൂടുതൽ പോയിന്റ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി. ഓവർലോഡ് ചാമ്പ്യൻഷിപ്പ് നേടിയതിൽ അവർ പോയിന്റ് തരില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തർക്കങ്ങളും ഉണ്ടായിരുന്നു. പാർട്ടിപരമായിട്ട് കുറേ തർക്കങ്ങൾ, അതിനൊക്കെ ഞങ്ങൾ നേരിട്ട് വന്ന് ഞങ്ങൾ തന്നെ ഫസ്റ്റ് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ പ്രശ്നം ഉണ്ടായത് അന്ന് അതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പോയിന്റിൻ്റെ കാര്യങ്ങൾ ശനിയാഴ്ച പോയിന്റിൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി സംസാരിച്ചുകൊണ്ട് ക്ലബിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മെമ്പർ വരികയും മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് മദ്യലഹരിയിലായിരുന്നു വന്നത്. അങ്ങനെ അംഗങ്ങളിൽ നേരിട്ട് പോവുകയും ആവശ്യമില്ലാതെ പ്രയോഗിക്കുകയും പിന്നെ അതേപോലെ കാസ്റ്റിനെ കുറിച്ചിട്ട് പറയുകയും ജാതി അങ്ങനത്തവര് അമ്മ പെങ്ങന്മാരിനെ കുറിച്ച്. അപസ്മാര രോഗിയായ ഭർത്താവിന് മരുന്ന് വാങ്ങാൻ പോയ മകനെ പോലും കേസിൽ പ്രതിയാക്കി. വീട് കയറി വെട്ടുമെന്നാണ് പഞ്ചായത്ത് അംഗം തങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. ഇന്നും എൻ്റെ ഭർത്താവ് ഒരു ഗുളിക 3 നേരം അസ്മരത്തിൻ്റെ ഗുളിക കഴിക്കണം. ഒരു ഗുളിക കഴിക്കാതെയാണ് എൻ്റെ ഭർത്താവ് ഇപ്പോൾ ആ വീട്ടിൽ ഇളകി കിടക്കുന്നത്. ഞാൻ പോവുകയാണ്, എനിക്ക് പേടിയാണ്. അതിലാരെങ്കിലും വന്ന് ഞങ്ങളെ തല്ലോ കൊല്ലോ, നമ്മൾ രണ്ടാളും ഒറ്റയ്ക്കല്ലോ, എന്തിനവിടെ ജീവിക്കണം, ഞാൻ പോവുകയാണെന്ന് പറയാൻ ഞാൻ എങ്ങനെ എൻ്റെ ഭർത്താവിനെ എടുത്തുകൊണ്ട് ഞാൻ ഏതിയെ പോകും? ഈ മെമ്പറല്ലേ എല്ലാവരും വേണ്ടത്. ഇയാൾ മെമ്പർ ഒരു സഹായം ഞങ്ങൾക്ക് ഇന്ന് വരില്ല. ഒരു പെരയോ ഒരു ബാത്റൂമോ ഒരു കക്കൂസ് ഞങ്ങൾക്കില്ല. എൻ്റെ മകൻ അധ്വാനിച്ചിട്ട് അവൻ അടുപ്പിന്റെ പണിക്ക് പോയിട്ടാണ്. ആ മകൻ മണ്ണാർക്കാട് പോയി വന്ന മകനെ കാണാണ്ടാകുമ്പോൾ ഈ മണ്ണാർക്കാട്ടിൽ നിന്ന് എങ്ങനെ എൻ്റെ മകൻ അവൻ്റെ ഭാര്യനെ ആക്രമിക്കുക? അവൻ്റെ ഭാര്യനെ ആക്രമിച്ച് പറഞ്ഞാൽ അവന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ട സാറേ. ഒരു തെളിവില്ല. ഇന്ന് അവൻ്റെ മീറ്റിംഗ് ആണ് പറഞ്ഞു. അമ്മയും അവളും കൂടിയിട്ട് നല്ല ഡീസൻറ്റിൽ പോണു. അതിലെന്താ അഡ്മിറ്റ് ആകാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഈ ഒന്നുമില്ലാത്ത മകൻ എങ്ങനെ പറഞ്ഞുണ്ടാക്കി? എനിക്ക് എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്ക് എൻ്റെ മകനെ കണ്ടു കിട്ടണം. അങ്ങനെ കളി കിടക്കുന്ന ഭർത്താവിനെ എനിക്ക് കാണാൻ വയ്യ. ഞാൻ പോകൂല, എൻ്റെ കാലിൽ കമ്പിയാണ്. ഞാൻ എവിടെ പോയിട്ട് അത് ഇട്ടിട്ട് എൻ്റെ കെട്ടിയവന് കൊടുക്കണം. ഒരു മരുന്നില്ലാതെ. അതുപോലെ ഈ മെമ്പറുടെ അടുത്ത് എത്ര തവണ പറഞ്ഞു ഇങ്ങനെ ഒരു ഭർത്താവാണ് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞു. ഒരു റോഡിന് ഒരു വിളക്കിന് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു സഹായം ഒരു മെമ്പറായി സ്ഥാനത്തായില്ല. എനിക്ക് ഇനി അതൊന്നും വേണ്ട. 3 നേരം മരുന്ന് കഴിക്കുന്ന ഭർത്താവ്. സാറുമാർക്കൊക്കെ അറിയില്ല ഈ അസ്മരത്തിൻ്റെ അസുഖം എന്താന്ന്. ഒരു കാലില്ലാത്ത അത് ഇവന് അറിയില്ലേ? ഈ മണ്ണാർക്കിടക്ക് മരുന്നിന് പോയ മകനെ ഇവന് കേസ് കൊടുക്കേണ്ട ആവശ്യം എന്താ? എനിക്ക് എൻ്റെ മകനെ കാണണം. അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവ് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ ചാവും. ഞങ്ങൾ അപ്പൻ്റെ പേരെന്നെ പറഞ്ഞു വെച്ച് ചാവും. എനിക്ക് ജീവിക്കണ്ട. ആണുങ്ങളാരുമില്ലാതെ വീട്ടിൽ കഴിയാൻ ഭയമാണ്. കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന തങ്ങളുടെ ജീവിതമാർഗവും ഇല്ലാതായി. പ്രതീഷിന്റെ വീട്ടിൽ കയറി തങ്ങളുടെ ആളുകൾ ആക്രമിച്ചെന്നാണ് കേസ്. ഇതിന് തെളിവ് ഹാജരാക്കണം. ശരത്, രാജീവ്, ദിനേശ്, മണികണ്ഠൻ, നിതിൻ, വിശാഖ്, അനീഷ്, ശരവണൻ തുടങ്ങിയവരെയാണ് പ്രതികളാക്കിയിരിക്കുന്നത്. തങ്ങളുടെ ഭർത്താക്കന്മാർക്കോ മക്കൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി പഞ്ചായത്തംഗം പ്രതീക്ഷാവുമെന്നും അമ്മമാർ പറഞ്ഞു. അതായത് ക്ലബിന്റെ സ്ഥലത്ത് വെച്ചിട്ട് വൈകുന്നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാതായ ടൈമിൽ ഇവര് സോളാർ ലൈറ്റിൽ നിന്നിട്ടായിരുന്നു ഇവര് സ്കോർ കൂട്ടിയിരുന്നത്. അതായത് സ്പോർട്സിനാണ് ഞങ്ങൾക്ക് കുറച്ച് സ്കോർ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സ്കോർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഈ പ്രതീഷ് മെമ്പർ വന്നിട്ട് മദ്യപാനത്തിന്റെ കൂടെയാണ് ആൾ വന്നിരിക്കുന്നത്. വന്ന് അങ്ങനെ ചെക്കന്മാരോട് കണ്ടത് പറയും, അതേപോലെ അവരെ തെറി വിളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവര്. അപ്പോഴും ഇവർ തെറി വിളിച്ചപ്പോൾ ഇവരൊന്നും പറയുകയും ചെയ്തിട്ടില്ല. മണിയണ്ടൻ എന്ന് പറഞ്ഞ ഏട്ടൻ പറഞ്ഞത്രേ, പ്രതീക്ഷേട്ടൻ എന്നോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഈ വീട്ടിൽ പോ, ഇപ്പൊ എന്നോട് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഫിറ്റാണ്, അപ്പൊ ഈ വീട്ടിൽ പോന്ന് പറഞ്ഞപ്പോൾ മണിയണ്ടേട്ടൻ ആദ്യം തല്ലി. ആ തല്ലി കിട്ടിയ ഉടനെ ചെക്കന്മാര് ചോദിച്ചു എന്തിനാ മണിയണ്ടേട്ടനെ തല്ലിന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അനിയനാണ് അച്ചു എന്ന് പറഞ്ഞത്, ശരത്ത് എന്ന പേര്. എൻ്റെ അനിയനാണ് വിശാഖ്. രണ്ടാളും ക്ലബിലുള്ളതാണ്. ഇതിൽ അച്ചു ആണ് അവരുടെ കൂടെ ഉണ്ടായിരുന്നത്.
അവനത് തടുക്കാനോ പിടിക്കാനോ എന്തിനോ വന്നപ്പോൾ ജാതിയുടെ പേര് പറഞ്ഞ് ചെറമൻ എന്നുള്ള ജാതിയുടെ ഒരു പേര് പറഞ്ഞ് അവനെ കയറി തല്ലി. ചെരുപ്പ് ഊരിയിട്ടാണ് ആളെ തല്ലിയിരിക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെ അവൻ ഇട്ടിരുന്നത് ജേഴ്സി ആയിരുന്നു. ജേഴ്സിയൊക്കെ വലിച്ചു കീറി ചെരുപ്പ് കൊണ്ട് അവൻ്റെ ചെവിൻ്റെ ഇവിടേക്ക് തലേൻ്റെ ഈ ഭാഗത്തേക്ക് എവിടേക്കായിട്ടാണ് അടി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആയിട്ട് ആ തല്ല് അവിടെ നന്നായിട്ടൊന്ന് മുറുകി. ആ തല്ല് മുറുകിയതിന് ശേഷം പ്രതീഷ് മെമ്പറുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞു നടക്കുന്നത് ഈ ഇത്രയും ക്ലബിലുള്ള അംഗങ്ങളെയും കുട്ടികളെല്ലാവരും അവരുടെ വീട് കയറി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ക്ലബ്ബ് എവിടെയോ കിടക്കണോ, അവരുടെ വീട് എവിടെയോ കിടക്കണോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടായെന്ന് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ തെളിവ് കിട്ടിയിരിക്കണം. പിന്നെ മൂപ്പര് തെറി പറഞ്ഞതിന്റെ തെളിവും കാര്യങ്ങളും ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാനുള്ള ചെയ്യാം. ഞങ്ങൾ എന്തായാലും തെറി പറഞ്ഞത് എന്തായാലും ഞങ്ങൾ കേൾപ്പിച്ചു തരാം. ഇന്ന് അവിടെ പച്ചത്തുരുത്തിൽ എന്തോ ചെറിയൊരു പരിപാടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീഷ് മെമ്പറുടെ കയ്യാൾമാരും പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ഈ ചെറുമക്കളിനെയും അതായത് ഇതിന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരെയും വെട്ടും കുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്കൊരു അനുഭവമുള്ളതാണ് സാറേ. ഞങ്ങളുടെ ഭാഗത്ത് ഇതേപോലെ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നാണ്. അത് ലോകമെമ്പാടും അറിഞ്ഞിരുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പേടിയാണ്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നീക്കപരമായിട്ട് ഒരു കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ മുന്നിട്ട് നിന്ന് കണ്ടിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളെ ഇന്ന് 11 മണിയായിക്കോട്ടെ 12 മണിയായിക്കോട്ടെ കാണാതായ കുട്ടികളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകും. നേരത്തെ KASC ക്ലബ്ബാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ക്ലബ്ബ് CPMന്റെ പ്രവർത്തനത്തിന് പ്രതീഷ് ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് ക്രുസാഡോ ക്ലബ്ബ് രൂപീകരിച്ചത്. ഇതിനെതിരെ പ്രതീഷിന്റെ നേതൃത്വത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേരളോത്സവത്തിൽ ക്രുസാഡോ ക്ലബ്ബ് കൂടുതൽ പോയിന്റ് നേടിയതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും അമ്മമാർ പറഞ്ഞു. പാലക്കാട് വാളയാറിൽ വീണ്ടും കഞ്ചാവ് വേട്ട. എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടന്ന വാഹന പരിശോധനയിൽ കഞ്ചാവുമായി 2 വെസ്റ്റ് ബംഗാൾ സ്വദേശികൾ പിടിയിലായി. ഞായറാഴ്ച രാത്രി 8:15 എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ N പ്രേമാനന്ദകുമാറും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 2 യുവാക്കൾ പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്നും എറണാകുളത്തേക്ക് ബസ്സിൽ കടത്താൻ ശ്രമിച്ച 14.39 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കേസിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി സുനിൽ മങ്കറാട്ടി, സഹേൽ SK എന്നിവരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷിബുകുമാർ, KP അനീഷ്, സന്തോഷ് കുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സന്തോഷ്, ബിനു, സതീഷ്, എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ്, സജീവ്, പ്രദീപ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. തെങ്ങിൽ നിന്ന് വീണ റിട്ടയർഡ് അധ്യാപകൻ മരിച്ചു. മണർക്കാട് കുമരമ്പത്തൂർ ചുങ്കം ശ്രേയസിൽ റിട്ടയർഡ് അധ്യാപകൻ MR ഭാസ്കരൻ നായരാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. മെഷീൻ ഉപയോഗിച്ച് വീട്ടിലെ തെങ്ങിൽ കയറുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുമരമ്പത്തൂർ കല്ലടി HSS റിട്ടയർഡ് അധ്യാപകനായിരുന്നു. റിട്ടയർഡ് അധ്യാപിക ഓമന കുഞ്ഞമ്മയാണ് ഭാര്യ. മഴ കുറഞ്ഞ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണ പ്രവൃത്തികൾ സജീവമായി. പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. മഴ ശക്തമായതോടെ പുഴയിൽ ജലനിരപ്പുയർന്ന നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെട്ടിരുന്നു. ജൂണിലാണ് പ്രവൃത്തികൾ നിർത്തിവെച്ചത്. പൈലിംഗ് പൂർത്തിയായ ഭാഗത്ത് കോൺക്രീറ്റിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി മുഹമ്മദ് മുഹസിൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ചു. തൂണുകളുടെ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം പാലം വരുന്ന ഭാഗത്തിന് ഇരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത്. 52.57 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മാണം. അനുബന്ധ റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. നിലവിൽ തൃശൂർ, മലപ്പുറം ജില്ലകളുടെ കവാടമായ പട്ടാമ്പിയിൽ കുപ്പിക്കഴുത്തായാണ് പട്ടാമ്പി പാലം നിൽക്കുന്നത്. 2018, 2019, 2024 വർഷങ്ങളിൽ പട്ടാമ്പി പാലം കവിഞ്ഞ പുഴ ഒഴുകിയിരുന്നു. ഇതോടെ ദിവസങ്ങളോളം പാലം അടച്ചിടേണ്ടി വന്നു. യാത്രക്കാർക്ക് പട്ടാമ്പി കടക്കാൻ ഷൊർണൂർ, തൃത്താല വഴി ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ടിയും വന്നു. ഉയരമുള്ള പാലം പട്ടാമ്പിയിൽ നിർമ്മിക്കണമെന്നത് ഒരു പതിറ്റാണ്ടിലധികമായുള്ള ആവശ്യമാണ്. പട്ടാമ്പി പഴയ കടവിനെയും ഞാങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത്. നിലവിലെ പാലം 50 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ വാഹനത്തിരക്കിനനുസരിച്ച് കോസ്വേ ആയാണ് പണിതിട്ടുള്ളത്. വീതി കുറഞ്ഞ ഈ പാലത്തിൽ ബലമേറിയ കൈവരികളോ നടപ്പാതയോ ഇല്ലാത്തതും പ്രശ്നമാണ്. 2 വലിയ വാഹനങ്ങൾ വന്നാൽ പാലത്തിൽ ഗതാഗതം കുരുങ്ങും. ടൗണിലും വാഹനത്തിരക്കേറും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
പെരിന്തൽമണ്ണ നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന പദയാത്ര സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി വി ബാബുരാജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ദുർഭരണത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന പദയാത്ര ചീരട്ടാമണ്ണയിൽ നിന്നാണ് ആരംഭിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രനാണ് പദയാത്ര നയിച്ചത്. KPCC സെക്രട്ടറി വി ബാബുരാജ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. CPM-ന്റെ നഗരസഭാ ഭരണത്തിനെതിരെ ശക്തമായ ജനരോഷമാണ് ഇന്ന് ഉയരുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത യാതൊരു പുരോഗതിയുമില്ലാത്ത കേരളത്തിലെ തന്നെ ഏക നഗരസഭയാണ് പെരിന്തൽമണ്ണ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ ഏറ്റവും വരുമാനമുള്ള ഒരു ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിൽ നഗരസഭ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് അധികാരികൾ പറയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് എന്നും രാഷ്ട്രീയം കളിച്ചുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ അനധികൃതമായി വോട്ട് ചേർത്തുകൊണ്ടാണ് CPM ഈ ഭരണം നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഒരു നഗരസഭ പെരിന്തൽമണ്ണയിൽ അധികാരത്തിൽ വരുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല. അത് ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 30 വർഷത്തെ അധികാര ദുർവിനിയോഗത്തിനെതിരെ, അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള ഒരു പദയാത്രയാണ് ഞങ്ങൾ 2 ദിവസമായി പെരിന്തൽമണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 1-ാം ദിവസമാണ് ഇന്ന്. നാളെ പാതായിക്കര വില്ലേജിൽ ഇതുപോലുള്ള മുഴുവൻ വാർഡുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദയാത്രയാണ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മുനിസിപ്പൽ UDF ചെയർമാൻ MB ഫസൽ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, UDF കൺവീനർ നാലകത്ത് ബഷീർ, DCC അംഗങ്ങളായ TP മോഹൻദാസ്, C മൊയ്തുണ്ണി, ഷാജി കട്ടുപ്പാറ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AR ചന്ദ്രൻ, യാക്കൂബ് കുന്നപ്പള്ളി, രാജേഷ് ചെങ്ങോട്, CH മുസ്തഫ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ദിനേശ് കണക്കഞ്ചേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിന്ദു മോഹൻദാസ്, കൗൺസിലർമാരായ പത്തത്ത് ജാഫർ, മുഹമ്മദ് സുനിൽ, കൃഷ്ണപ്രിയ തുടങ്ങിയവരും TK സദക്കത്തുള്ള, സേവാദൾ ജില്ലാ സെക്രട്ടറി PS രാധാകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. പദയാത്രയ്ക്ക് ആദ്യ ദിവസം മാനത്തുമംഗലം, ഈസാജിപ്പടി, ലക്ഷം വീട്, പൊന്നിയാകുറിശി, ചെമ്പൻകുന്ന്, മുട്ടുങ്ങൽ, നാരങ്ങക്കുണ്ട്, തേക്കിൻകോട്, ജൂബിലി റോഡ് സെൻട്രൽ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. പദയാത്രയുടെ 2-ാം ദിവസം മുനിസിപ്പൽ UDF ചെയർമാൻ MP ഫസൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പൂക്കാട്ട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 2-ാം ദിവസത്തെ പദയാത്രയ്ക്ക് പാതാക്കര, മനപ്പടി, സ്കൂൾപ്പടി, കോവിലങ്കംപടി, കണക്കഞ്ചേരി, തോട്ടക്കര, എരവിമംഗലം, ആനത്താനം, ദേശപ്പറമ്പ്, വളയമുച്ചി എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. 2 ദിവസങ്ങളിലും നിരവധി പ്രവർത്തകർ പദയാത്രയിൽ അണിനിരന്നു. ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം ഭാരവാഹികൾ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. പദയാത്ര പെരിന്തൽമണ്ണ നഗരത്തിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം സമാപിച്ചു. ദാമ്പത്യത്തിൽ 55 വർഷം പൂർത്തിയാക്കിയ മണ്ണാർക്കാട് പയ്യനടം അഭയത്തിലെ ബഷീർ മാഷും ഹസ്നത്ത് ടീച്ചറും വീണ്ടും വിവാഹിതരായി. മണ്ണാർക്കാട് സബ് രജിസ്റ്റർ ഓഫീസിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹം. നിയമസാധുതയ്ക്കും സമൂഹത്തിന് സന്ദേശം നൽകാനുമാണ് വാർദ്ധക്യത്തിലെ പുനർവിവാഹമെന്ന് ദമ്പതികൾ. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പയ്യനടം വില്ലേജിൽ കുമരംപുത്തൂർ പഞ്ചായത്തിൽ സുജീവനം താമസിക്കും അബൂബക്കർ മകൾ ഹസനത്ത് എന്ന ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പയ്യനടം വില്ലേജിൽ സുജീവനം വീട്ടിൽ ഉമർ മൗലവി മകൻ K ബഷീർ എന്ന ആളെ പ്രത്യേക വിവാഹ നിയമപ്രകാരം മണ്ണാർക്കാട് സംസ്ഥാനം വെച്ച് മാരേജ് ഓഫീസർ മുമ്പാകെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി റിട്ടയർ ചെയ്ത മണ്ണാർക്കാട് പയ്യനടം അഭയത്തിൽ സുജീവനം ബഷീറും KTM ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപികയായ ഹസ്നത്തും ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് 5.5 പതിറ്റാണ്ട് പിന്നിട്ടു. ഈ വിവാഹത്തിന് പള്ളിയിലോ സർക്കാർ ഓഫീസുകളിലോ രേഖകളില്ല. മുസ്ലിം വ്യക്തി നിയമപ്രകാരം മരണാനന്തരം സ്വത്തുക്കളുടെ തുല്യാവകാശം പെൺകുട്ടികൾക്ക് ലഭിക്കില്ല. ഇതിനൊരു മാറ്റം വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത്. തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വേണ്ടത് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഒരു സന്ദേശം നൽകുക എന്ന ഉദ്ദേശം കൂടിയാണ് ഈ വിവാഹമെന്ന് ബഷീർ മാഷ് പറഞ്ഞു. ഞങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശം ഇപ്പോഴേ കിട്ടുള്ളൂ, അതല്ലെങ്കിൽ കിട്ടില്ല. ഞങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ അനന്തരാവകാശത്തെ മുസ്ലിം പേഴ്സണലിലോ അനുസരിച്ചേ പാടുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും തുല്യം. അതിൽ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ പെൺകുട്ടികൾ മാത്രമുള്ള ദമ്പതികളുടെ ഒരു വലിയ പ്രശ്നമാണ്.
അവരേറ്റ വല്ല ആക്സിഡൻറ്റിലോ മറ്റോ മരിച്ചു പോയാൽ അവരുടെ ആർജിച്ച സ്വത്താണെങ്കിൽ പോലും അവരുടെ മക്കൾക്ക് മാത്രമല്ല അത് പ്രശ്നം തീർക്കണമെങ്കിൽ അതിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെ എല്ലാവരുടെയും ഒപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇതാണെന്ന് കരുതുന്ന സ്വന്തം പെൺകുട്ടികളോട് നീതി ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് നടത്തുന്നതാണ് നമ്മളെ അഭിപ്രായം. വ്യവസ്ഥിതിക്കെതിരെ എന്നും തുറന്ന നിലപാടാണ് ബഷീർ മാഷ് സ്വീകരിച്ചിരുന്നത്. മാഷിൻ്റെ അഭിപ്രായത്തോടെ എന്നും ഹസ്നത്ത് ടീച്ചർ ചേർന്നു നിന്നു. പുതിയ വിവാഹത്തിലും ടീച്ചർക്ക് മാഷിൻ്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല. മാറ്റം അല്ലേ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റം എന്നുള്ളവർക്ക് പിന്നെ ഇത് തുല്യതയും ലിംഗസമത്വമൊക്കെ ഉണ്ടാവാൻ ഒരു പരിപാടി എന്ന നിലയിൽ ഇതിനെ സ്വാഗതം ചെയ്യാം. തുടർന്ന് വീട്ടിൽ വിവാഹ സദ്യയും ഒരുക്കിയിരുന്നു. പൊതുപ്രവർത്തകൻ രവി എടേരം, മാധ്യമപ്രവർത്തകരായ ജെസി എം ജോയി, കെ ഇസ്മായിൽ എന്നിവർ സാക്ഷികളായി ഒപ്പിട്ടു. മുഹമ്മദ് അലി മെട്രോ, റാഫി മൈലങ്കോട്ടിൽ എന്നിവർ വിവാഹത്തിനുള്ള സൗകര്യങ്ങളൊരുക്കി. ന്യൂസ് ബ്യൂറോ, മണ്ണാർക്കാട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. പി മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചത്. മാലിന്യ നിർമ്മാർജ്ജന മേഖലയിലും മറ്റ് ജനക്ഷേമ പദ്ധതികളിലും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടം വലുതാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. തുടർച്ചയായി 6 വർഷം ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ പഞ്ചായത്തിനെ MLA അഭിനന്ദിച്ചു. 2031 ആകുമ്പോഴേക്കും ഈ കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതിന് പുറമെ തന്നെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഒരു പരിപാടിയുണ്ട്. മുഖ്യമന്ത്രി എന്നോടൊപ്പം അല്ലേ, മുഖ്യമന്ത്രി ചീഫ് മിനിസ്റ്റർ CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ജനങ്ങളോട് സമീപിച്ചുകൊണ്ട്, ജനങ്ങളെ കേട്ടുകൊണ്ട്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിനുവേണ്ടി തന്നെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വികസന സദസ്സുകൾ വരുന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും മഹത്തരമായ ജനങ്ങളാണ് യജമാനന്മാർ. മനസ്സിലായില്ലേ? ജനങ്ങളാണ് യജമാനന്മാർ എന്നർത്ഥം. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുണ്ട്, മേലെ ബ്ലോക്കുണ്ട്, ജില്ലയുണ്ട്, നിയമസഭയുണ്ട്, പാർലമെന്റൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ തന്നെ അത് ആക്കി തീർത്ത ജനങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചു പോകുന്നത്. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KM പരമേശ്വരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ V പ്രജീഷ് കുമാർ, C പത്മപ്രിയ, പഞ്ചായത്ത് സെക്രട്ടറി K രാധാകൃഷ്ണൻ, വിവിധ വകുപ്പ് നിർവഹണ ഉദ്യോഗസ്ഥരായ P സുനിത, അരുൺകുമാർ, ഡോക്ടർ നവ്യ, വിനീത് കുമാർ, ഡോക്ടർ മീര ഉണ്ണി, തുളസിദേവി, ചിത്തു ജോസഫ്, ജ്യോതിലക്ഷ്മി, K അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോൺഗ്രസിൽ സിസ്റ്റത്തിന്റെ തകരാർ കുറച്ചു കാലമായി ഉണ്ടെന്നും അത് മാറ്റിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ കൂട്ടപ്പാടത്ത് സംഘടിപ്പിച്ച പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവാസ ജീവിതത്തോടൊപ്പം കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തിയവരാണ് പ്രവാസികളെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ ഈ സിസ്റ്റത്തിനൊരു തകരാറ് കുറച്ചു കാലമായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനൊരു ഉദാഹരണമാണ്. പ്രവാസം എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിതത്തിന്റെ നല്ല വസന്തകാലം മുഴുവൻ ആ മലയാളത്തിൽ പോയി തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് അതോടൊപ്പം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയും പ്രവർത്തിക്കുകയും തിരിച്ചു വന്നിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവാസികളെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TK ഇപ്പു അധ്യക്ഷനായി.
ട്രഷറർ നൌഫൽ താളിയിൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മാനു വട്ടൂളി, ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യിൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KG ബാബു, കോൺഗ്രസ് കോട്ടപ്പാടം മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി, അസൈനാർ, സെയ്ദ് മുഹമ്മദ്, റഫീഖ് കൊടക്കാട്, മൂസ പേങ്ങാട്ടി, നാസിർ കാപ്പുങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു. മിസ് കേരള ടീൻ ഫാഷൻ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ദാന അമീനെ ചടങ്ങിൽ അനുമോദിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവം ഒക്ടോബർ 14, 15, 16 തീയതികളിൽ ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് നടക്കും. 14 രാവിലെ പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സലീന ബീവി പതാക ഉയർത്തും. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനപ്രതിനിധികൾ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 16-ന് സമാപന സമ്മേളനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി ജില്ലയിലെ 3000-ഓളം കായിക താരങ്ങൾ മേളയിൽ പങ്കെടുക്കും. ഓരോ ഇനത്തിലും 1, 2, 3 സ്ഥാനക്കാരെ സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കും. കായികമേളയുടെ ലോഗോ പ്രകാശനം പ്രചാരണ കമ്മിറ്റി ചെയർപേഴ്സൺ P ഷീബ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ഓഫീസർ സിജു തോമസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഇത് നടക്കുന്നത് കായികമേള ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മോഡലിലാണ് നടക്കുന്നത്. സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം ഒളിമ്പിക്സ് ഏകദേശം എല്ലാ ഐറ്റംസും, എല്ലാ കായിക ഇനങ്ങളും പരമാവധി ഈ കായികമേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലുതായ ബൃഹത്തായ ഒരു കായിക മാമാങ്കം എന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ കായികമേളയെ അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലേക്ക് പങ്കെടുക്കേണ്ട കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജില്ലാതല കായികമേളയാണ് അടുത്ത 3 ദിവസങ്ങളിലായി ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ നടക്കാൻ പോകുന്നു. വാർത്താസമ്മേളനത്തിൽ DEO സിജു തോമസ്, തൃത്താല AEO K പ്രസാദ്, കായികാധ്യാപക പ്രതിനിധി K കൃഷ്ണൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർപേഴ്സൺ P ഷീബ, കൺവീനർ PS വിനീത് എന്നിവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. പുലാപ്പറ്റ ശബരി MVT CUP സ്കൂളിൽ 3 ദിവസങ്ങളിലായാണ് ശാസ്ത്രമേള നടക്കുന്നത്. K പ്രേംകുമാർ MLA ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ചെർപ്പളശ്ശേരി AEO E രാജൻ വിശിഷ്ടാതിഥിയായി. സ്കൂൾ പ്രധാനാധ്യാപിക C ഗീത, ബ്ലോക്ക് അംഗം O ശ്രീകുമാരി, വാർഡ് അംഗം MN വേണുഗോപാലൻ, PTA പ്രസിഡന്റ് M രാജേഷ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 75 സ്കൂളുകളിൽ നിന്നും 1400ഓളം കുട്ടികൾ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവൃത്തി പരിചയമേള, IT മേള എന്നിവ തിങ്കളാഴ്ച നടന്നു. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ സാമൂഹ്യശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള എന്നീ വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി BMS ശ്രീകൃഷ്ണപുരത്തും പദയാത്ര സംഘടിപ്പിച്ചു. BMS ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പദയാത്ര സംഘടിപ്പിച്ചത്. ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതിഷേധ ജാഥകളും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളികളുടെ മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്തുകളിൽ BMS പദയാത്രകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തിരുവാടിയോട് നിന്നും ആരംഭിച്ച പദയാത്ര മേഖലാ പ്രസിഡന്റ് K നന്ദകുമാർ, ജാഥ ക്യാപ്റ്റൻ രവീന്ദ്രന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മംഗലാകുന്നിൽ നടന്ന സമാപന സമ്മേളനം BMS സംസ്ഥാന സമിതി അംഗം M രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ മസ്ദൂർ സംഘം പൊതുയോഗത്തിന് വേണ്ടി പറഞ്ഞതല്ല, ഈ കേരളത്ത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയും തിരുവനന്തപുരം സെൻട്രൽ വരെയും ഈ ബോർഡ് പല സ്ഥലത്തും കണ്ടു. നമ്മളെല്ലാം ചിന്തിച്ചുപോയി. തൊഴിലാളി വർഗ പാർട്ടിയാണ്, മുതലാളിത്തത്തിന് എതിരാണ്, തൊഴിലാളികളുടെ അന്നം മൂട്ടുന്ന പാർട്ടിയാണ്. ചില ആൾക്കാരൊക്കെ പറയും അന്നം മൂട്ടുന്ന കർഷകന്റെ സ്ഥിതി എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ പറയുന്നില്ല. കാരണം എന്താ അറിയോ, നെല്ലളന്നതിന്റെ പണമേ കൊടുത്തിട്ടില്ല അന്നം മൂട്ടിയ കർഷകന്റെ. അങ്ങനെ കർഷക തൊഴിലാളികളെയും ബീഡി തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് വളർത്തിയ പാർട്ടിയാണ്. വൈസ് ക്യാപ്റ്റൻ K രാധാകൃഷ്ണൻ അധ്യക്ഷനായി. മേഖലാ പ്രസിഡന്റ് K നന്ദകുമാർ, K ബാബുദാസ്, താലൂക്ക് സംഘചാലക് ഹരീന്ദ്രകുമാർ, സെക്രട്ടറി ബാബുദാസ്, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നൌഷാദ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കുടുംബ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മണ്ണാർക്കാട് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കിണാവല്ലൂർ അധ്യക്ഷത വഹിച്ചു. സ്ഥാപകൻ നൌഷാദ് അലവി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV നൌഷാദ് വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി.
നൌഷാദ് ഒച്ചായി, നൌഷാദ് കുറ്റിത്തോട്, നൌഷാദ് എള്ളുമല, നൌഷാദ് എളമക്കര, നൌഷാദ് തൈക്കാട്ടുകര, നൌഷാദ് മണ്ണാർക്കാട്, നൌഷാദ് അരിയാട്ടിൽ, നൌഷാദ് ഇക്ബാൽ, നൌഷാദ് ഭീമനാട്, GCC പ്രതിനിധി നൌഷാദ് മണ്ണാർക്കാട്, നൌഷാദ് ഫൈസി വടക്കമണ്ണ, നൌഷാദ് മണ്ണാർക്കാട്, നൌഷാദ് പുത്തൻ എന്നിവർ സംസാരിച്ചു. GCC കുവൈത്ത് പ്രവിശ്യ പങ്കെടുത്തവർക്കുള്ള ഉപഹാരങ്ങൾ നൽകി. നൌഷാദ് പാറത്തൊടിയെ പുതിയ ജില്ലാ പ്രസിഡന്റായും നൌഷാദ് പുത്തനെ ജില്ലാ സെക്രട്ടറിയായും നൌഷാദ് കോടതിപ്പടിയെ ജില്ലാ ട്രഷററായും തെരഞ്ഞെടുത്തു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 50ഓളം നൌഷാദുമാരും അവരുടെ കുടുംബങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം 2025 പരിപാടി സംഘടിപ്പിച്ചു. നടനും അഖില കേരള എഴുത്തച്ഛൻ സമാജം രക്ഷാധികാരിയുമായ TG രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുഴൽമന്ദം വിനായക ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അഖില കേരള എഴുത്തച്ഛൻ സമാജം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരണീയം 2025 സംഘടിപ്പിച്ചത്. നടനും അഖില കേരള എഴുത്തച്ഛൻ സമാജം രക്ഷാധികാരിയുമായ TG രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമുദായത്തിലെ SSLC, +2, VHSC, CBSE പരീക്ഷകളിൽ മികവ് തെളിയിച്ചവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര രംഗത്ത് 50 വർഷം പിന്നിട്ട TG രവിയെയും ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ER ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ശശീന്ദ്രൻ V. ഏറാട്ട്, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ്, അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി എഴുത്തച്ഛൻ, VA രവീന്ദ്രൻ, പട്ടാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശിവദാസ്, പത്മിനി ടീച്ചർ, TG ചന്ദ്രകുമാർ, സംസ്ഥാന ട്രഷറർ MN ശശികുമാർ, വൈസ് പ്രസിഡന്റുമാരായ P. ചിന്നൻ എഴുത്തച്ഛൻ, TR കണ്ണൻ, N. ശശിധരൻ, ജില്ലാ ട്രഷറർ MC ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി നിറവിൽ. ജൂബിലിയുടെ ഭാഗമായി 25 പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂബിലിയുടെ ഭാഗമായി സിൽവർ ജൂബിലി കെട്ടിട ഉദ്ഘാടനം, വിളംബര ജാഥ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സ്നേഹഭവനം, രക്തദാന ക്യാമ്പ്, പാലിയേറ്റീവ് രോഗീ സംഗമം, മെഡിക്കൽ എക്സ്പോ, കിസ്, സെമിനാർ, ഭക്ഷ്യമേള, പ്രതിഭാസംഗമം, മെഗാ അലുമിനി മീറ്റ്, സ്കൂൾ മാഗസിൻ നിർമ്മാണം, മാധ്യമ സെമിനാർ, സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭാസംഗമം, മുൻകാല PTA മാനേജ്മെന്റ്, അധ്യാപക ജീവനക്കാരെ ആദരിക്കൽ, ലഹരി വിരുദ്ധ സെമിനാർ, രക്ഷിതാക്കൾക്കുള്ള മൺപാത്ര പെയിന്റിംഗ്, ഫുട്ബോൾ മത്സരം, ഭിന്നശേഷി വിദ്യാർത്ഥി സംഗമം, സ്നേഹഭവനം, ഡോക്യുമെന്ററി പ്രദർശനം, റീൽ, പ്രൊമോ വീഡിയോ നിർമ്മാണം എന്നിവയുൾപ്പെടെ വിപുലമായ പരിപാടികളാണ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. പാഠ്യേതര രംഗത്ത് അതുല്യമായ സ്ഥാനം അലങ്കരിച്ചു വരുന്ന അക്ഷയ ജ്യോതിസാണ് MES ഹയർ സെക്കൻഡറി സ്കൂൾ. മണ്ണാർക്കാടിന്റെ സാമൂഹിക പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് ഒരു നൂതന വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് 2000 ഓഗസ്റ്റിൽ സ്ഥാപിതമായതാണ് ഈ വിദ്യാലയം. ഹൈസ്കൂൾ വിഭാഗത്തിൽ 94 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 ബാച്ചുകളിലായി 150 വിദ്യാർത്ഥികളുമായാണ് പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയം ഇപ്പോൾ ഹൈസ്കൂൾ +2 വിഭാഗങ്ങളിലായി 4000 വിദ്യാർത്ഥികൾ അധ്യയനം നടത്തി വരുന്നു. പ്രിൻസിപ്പൽ A. ഹബീബ്, HM K. ഐഷ B എന്നിവരുടെ നേതൃത്വത്തിൽ 150ഓളം അധ്യാപക അനധ്യാപകരും ജോലി ചെയ്തു വരുന്നു. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂറിന്റെ നായകത്വത്തിൽ ചെയർമാൻ ഷെറിൻ അബ്ദുള്ള, സെക്രട്ടറി KP അക്ബർ, ട്രഷറർ അബ്ദു കീടത്ത് എന്നിവരാണ് മാനേജ്മെന്റ് കമ്മിറ്റിയായി സ്കൂളിന്റെ രംഗത്തുള്ളത്. ഈ വിദ്യാലയം നിരവധി വർഷങ്ങളായി SSLCയിൽ കൂടുതൽ A+കളോടുകൂടി 100% റിസൾട്ട് ഈ വിദ്യാലയം നിലനിർത്തി പോരുന്നു. കൂടുതൽ A ഗ്രേഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് വിജയശതമാനം 90 മുകളിൽ നേടിക്കൊണ്ട് പ്രതിവർഷം +2 വിഭാഗത്തിന്റെ റിസൾട്ടും മുൻപന്തിയിലാണ്. സ്കൂൾ കലോത്സവം, NMMS ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ജില്ലയിൽ 1ാം സ്ഥാനം, വിവിധ മേളകളിൽ സബ് ജില്ലാ ജേതാക്കൾ എന്നിവ ഈ വിദ്യാലയം വർഷങ്ങളായി നിലനിർത്തി വരുന്നു. എല്ലാ വർഷവും ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത് A ഗ്രേഡും ഗ്രേസ് മാർക്കും കരസ്ഥമാക്കാറുണ്ട്. കായിക ഇനങ്ങളായ റെസ്ലിംഗ്, ഗുസ്തി എന്നിവയിൽ നിരവധി ദേശീയ ചാമ്പ്യന്മാരെ ഈ വിദ്യാലയം സംഭാവന ചെയ്തിട്ടുണ്ട്. 2000 ഓഗസ്റ്റിലാണ് വിദ്യാലയം സ്ഥാപിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 94 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 ബാച്ചുകളുമായി 150 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ വിദ്യാലയത്തിൽ 4000 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. പ്രിൻസിപ്പൽ A. ഹബീബ്, HM K. ഐഷ B എന്നിവരുടെ നേതൃത്വത്തിൽ 150ഓളം അധ്യാപക അനധ്യാപകരും ജോലി ചെയ്യുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ 150 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുമായി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് 4000 കുട്ടികളുടെ നിറവിലാണ്. അത് ഈ സ്കൂളിന്റെ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. സ്കൂളിനെ സഹകരിച്ച അധ്യാപകരുണ്ട്, ഇതിന്റെ പഴയ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, MESന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സ്കൂൾ ഇത്രയും നിറയിലേക്ക് മുൻപന്തിയിലേക്ക് എത്താനുള്ള കാരണം. സ്റ്റേറ്റിൽ ഇപ്പോൾ 10 സ്കൂളിലെ ഒരു സ്കൂളായി നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട്.
അതേപോലെ പാലക്കാട് ജില്ലയിൽ 1ാം സ്ഥാനവും ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന നല്ല ഡിസിപ്ലിനുള്ള കുട്ടികൾക്കുണ്ട്. അർഹമായ നമുക്ക് ഈ സ്കൂളിൽ നിറവിലാണ് നടക്കുന്നത്. അതുപോലെ ഇപ്പൊ നമ്മളിപ്പോ 25 ഇനം പരിപാടികളാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. സെമിനാറ്, പല സെമിനാറുകളായിട്ടും ഇപ്പൊ ഇതേമാതിരി പ്രസ് മീറ്റ്, പിന്നെ വിളംബരജാഥ ഉണ്ട്, അതേപോലെ മാഗസിൻ ഉണ്ട്, പിന്നെ മെഗാ അലൂമിനി ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച അതേപോലെ 75,000 കുട്ടികൾ 2000 പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു മെഗാ അലൂമിനി കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ ചെയർമാൻ ഷെറിൻ അബ്ദുള്ള, സെക്രട്ടറി KP അക്ബർ, ട്രഷറർ അബ്ദു കീടത്ത് എന്നിവരടങ്ങുന്നതാണ് മാനേജ്മെന്റ് കമ്മിറ്റി. നിരവധി വർഷങ്ങളായി SSLCയിൽ കൂടുതൽ A+കളോടെ 100% റിസൾട്ട് വിദ്യാലയത്തിനുണ്ട്. കൂടുതൽ A ഗ്രേഡുകൾ നേടി വിജയശതമാനം 90-ന് മുകളിൽ നേടി പ്രതിവർഷം +2-വിനും മുന്നിലാണ്. പാഠ്യേതര വിഷയങ്ങളും സ്കൂൾ ഏറെ മുൻപിലാണ്. സ്കൂൾ ചെയർമാൻ ഷെറിൽ അബ്ദുള്ള, സെക്രട്ടറി KP അക്ബർ, ട്രഷറർ അബ്ദു കീരത്ത്, PTA പ്രസിഡന്റ് KP അഷ്റഫ്, പ്രിൻസിപ്പൽ A ഹബീബ്, പ്രധാനാധ്യാപിക K ഐഷാബി, TP മൻസൂർ, N ഈസ, Y നസീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SYS പട്ടാമ്പി സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വല്ലപ്പുഴ ബഡ്സ് സ്കൂളിൽ സ്നേഹസ്മിതം സൗഹൃദ സന്ദർശനം നടന്നു. നേതാക്കൾ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. തിരുവസന്തം 1500 എന്ന പ്രമേയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഒക്ടോബർ 18-ന് വല്ലപ്പുഴ യാറം സെന്ററിൽ നടക്കുന്ന സ്നേഹലോകം പ്രവാചക പഠന സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് സൗഹൃദ സന്ദർശനം നടന്നത്. സ്നേഹപ്രഭാഷണം, സർഗവേദി, മധുരവിതരണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. SYS പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി UA റഷീദ് അസരി അൽ ഹിക്കമി സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തി. സിദ്ദിഖ് സക്കാഫി വല്ലപ്പുഴ, റഫീഖ് സക്കാഫി, അജ്മൽ ഹാദി, സലീം ലത്തീഫി, KA റഫീഖ്, ശിഹാബ് എന്നിവർ സംബന്ധിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. ആതുര സേവന രംഗത്ത് മികച്ച കരിയർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഒപ്റ്റോമെട്രി കോഴ്സുകൾ ഇനി ചെർപ്പളശ്ശേരിയിലും പഠിക്കാം. പഠിതാക്കൾക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ ഒരുക്കി സയൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നേത്രപരിചരണ രംഗത്ത് 7 വർഷത്തെ മികച്ച സേവനം കൊണ്ട് ചെർപ്പളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും പ്രസിദ്ധി നേടിയ സയൻസ് ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് സയൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ചെർപ്പളശ്ശേരി മഞ്ചക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഒപ്റ്റോമെട്രി മേഖലകളിൽ മികച്ച കരിയർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെയാണ് സയൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. ചെർപ്പളശ്ശേരിയുടെ നഗരത്തിരക്കിൽ നിന്നും മാറി മഞ്ചക്കലിൽ സൂക്കി ഹൈപ്പർ മാർക്കറ്റിന് മുകളിലായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരത്തോടെ ചെർപ്പളശ്ശേരിയിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഒരു വിദ്യാർത്ഥിനിക്ക് സൗജന്യ അഡ്മിഷൻ നൽകി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. കണ്ണാശുപത്രിയുടെ ഒരു അനുബന്ധ സ്ഥാപനം സയൻസ് കോളേജിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടന വേദിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ പഴയകാലത്ത് നമുക്ക് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ചികിത്സക്ക് മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ന് അത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഇങ്ങനൊരു കോളേജും അതേപോലെ അതിനു വേണ്ടിയുള്ള കണ്ണാശുപത്രിയും ഇവിടെ നമ്മുടെ പരിസര പ്രദേശത്ത് തന്നെ സ്ഥാപിതമായി വളരെ അനുഗ്രഹമുണ്ട്. മുഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ആ ദൗത്യം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് കോളേജ് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകളും മികച്ച അധ്യാപകരുടെ ശിക്ഷണവുമാണ് സയൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഉറപ്പു നൽകുന്നത്. ഒപ്റ്റോമെട്രി, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
സൂപ്പർ സ്പെഷ്യാലിറ്റി നിലവാരത്തിലുള്ള സെയിൻസ് ഐ ഹോസ്പിറ്റലിൽ തന്നെ പരിശീലനം നേടാനാവും എന്നതാണ് പ്രത്യേകത. നിലവിൽ ബിവോക് ഒപ്റ്റോമെട്രി, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ 2 കോഴ്സുകളിലേക്കും നവംബർ 15 വരെ അഡ്മിഷൻ നേടാനുള്ള അവസരമുണ്ട്. അടുത്ത അധ്യയന വർഷത്തോടെ ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BBA വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BSc ഒപ്റ്റോമെട്രി എന്നീ കോഴ്സുകൾ കൂടി പഠിക്കാനുള്ള സൗകര്യം ചെർപ്പളശ്ശേരിയിൽ ഒരുക്കുമെന്ന് സെയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പാൾ ഹിബത്തുള്ള വാഫി അറിയിച്ചു. ഒരു കണ്ണാശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ്. നല്ല കഴിവും പ്രാപ്തിയുമുള്ള സ്റ്റാഫുകളുടെ അഭാവം അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കോഴ്സൊരുക്കി സംവിധാനിക്കാനുള്ള ചിന്തകളിലേക്ക് ഞങ്ങളെ നയിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് 2025 സ്വന്തമായി ഒപ്റ്റോമെട്രി കോഴ്സ്, ഡിഗ്രി കോഴ്സുകൾ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കോളേജ് സംവിധാനം ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. ഇന്ന് സെയിൻസ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഇവിടെ യാഥാർത്ഥ്യമാവുമ്പോൾ ചെർപ്പളശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലും, വിശിഷ്യ പാലക്കാട് ജില്ലയിലും കേരളത്തിനകത്തെല്ലായിടത്തും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച കോഴ്സുകൾ അഭ്യസിക്കാനുള്ള, അതുതന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ബിവോക്ക് കോഴ്സുകളാണ്. ബിവോക്ക് കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിൽ എഡ്യൂക്കേഷനാണ്. കഴിവുകളെ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ള കോഴ്സാണ്. അതിനുവേണ്ടി സ്വാമി വിവേകാനന്ദ യൂണിവേഴ്സിറ്റിയുടെ ബിവോക്ക് ഒപ്റ്റോമെട്രി കോഴ്സാണ് നമ്മൾ ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാമെന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠന സംവിധാനങ്ങളും ഏറ്റവും കഴിവുറ്റ സ്റ്റാഫും ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാവുന്നതാണ് ഞങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഒരു കഴിവുറ്റ മികച്ച രീതിയിലാണ് ഞങ്ങൾ സംവിധാനിച്ചിട്ടുള്ളത്. അത് ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും, അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള രക്ഷിതാക്കൾക്കും പഠനത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള ഞങ്ങളുടെ ഉറപ്പ് അനുഭവിച്ച് അറിയാവുന്നതാണ്. അടുത്ത അധ്യയന വർഷം മുതൽ ബിവോക്ക് ഒപ്റ്റോമെട്രിക്ക് പുറമെ BSc ഒപ്റ്റോമെട്രിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ബാച്ചലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും BBA വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഞങ്ങൾ സംവിധാനിക്കുന്നുണ്ട്. മറ്റ് ഇതര കോഴ്സുകൾ കൂടി ഉൾപ്പെടുത്താനുള്ള ആലോചന തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഏറ്റവും കാലികമായി വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഒരു ജോലിയിലേക്ക് അവർ നേരിട്ട് അറ്റാച്ച് ആവുന്ന രീതിയിൽ പഠനത്തിൻ്റെ വഴികൾ, പഠന സ്ട്രാറ്റജികൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാവുന്ന രീതിയിൽ മികച്ച ഇൻറ്റേൺഷിപ്പ് സൗകര്യങ്ങളോടെയുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ യൂണിവേഴ്സിറ്റികളുടെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ആരിഫ് വാഫി, അഡ്വക്കേറ്റ് ഷൗക്കത്ത് എന്നിവർ കൈമാറി. സയൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർമാരായ ഹിദായത്തുള്ള, ഹബീബുള്ള, മുസ്ലിം ലീഗ് നാഷണൽ കൗൺസിൽ അംഗം സി മുഹമ്മദ് അലി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KKA അസീസ്, CA ബക്കർ, ഇബ്രാഹിം വഹബി, സ്റ്റാഫ് ഹെഡ് ഗൗരി തുടങ്ങിയവർ സംസാരിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ 4 സ്ഥാപനങ്ങളും ഇനി ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. സംഘത്തിന് കീഴിൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന് എതിർവശത്ത് 3 നിലകളിലായി സജ്ജമാക്കിയ എപ്കോസ് ട്രേഡ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ കീഴിലുള്ള നീതി മെഡിക്കൽസ്, നീതി ലാബ്, നീതി സർജിക്കൽസ്, സഹകരണ അക്കാദമി എന്നീ 4 സ്ഥാപനങ്ങൾ ഇനി മുതൽ
ഊട്ടി റോഡിൽ മൗലാന ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള എപ്കോസ് ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കും. പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കിയ 4 സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി MLA നിർവഹിച്ചു. സഹകരണ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് സഹകരണ സ്ഥാപനങ്ങൾ പുരോഗതിയിലേക്ക് മുന്നേറുന്നതെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. മരുന്നുകൾക്കും ലാബ് ടെസ്റ്റുകൾക്കും വലിയ ഡിസ്കൗണ്ട് നൽകുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണെന്നും MLA പറഞ്ഞു. ഈ സ്ഥാപനം ശരിക്കും ഒരു അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നുള്ള രീതിയിൽ ഇത്രയും കൊല്ലം കൊണ്ട് ഇത്രയും മനോഹരമായി മാറിയിട്ടുണ്ടെന്നുള്ള സന്തോഷകരമായിട്ടൊരു കാര്യം. ഏതൊരു സ്ഥാപനം, പ്രത്യേകിച്ചും സഹകരണ മേഖലയിലെ ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, അവരെത്രത്തോളം ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കും അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ, ഇന്ത്യ രാജ്യത്തുള്ള കേരള സംസ്ഥാനത്ത്, ഇന്ത്യയിലുള്ള മറ്റുള്ള എല്ലാവരെക്കാളും കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടക്കുന്ന നമ്മളെ കേരളത്തിലാണ്. മോശമായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ വളരെ വലിയ ഭീകരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുള്ള സഹകരണ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇൻ ജനറൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലാണ് സഹകരണ മേഖലയിലെ ഏറ്റവും നല്ല നല്ല സ്ഥാപനങ്ങൾ നടക്കുന്നത്. 60 ലക്ഷം ഉറുപ്പ്യ ഒരു മാസം നീതി മെഡിക്കൽ സ്റ്റോറിന്റെ മാത്രം സെയിലുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. 60 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ഏകദേശം 7.5 കോടി ഉറുപ്പ്യകളായി. അതിന് ഡിസ്കൗണ്ട് കൊടുത്തതാണ് ഈ 1 കോടി 8 ലക്ഷം ഉറുപ്പ്യ നമുക്ക് അങ്ങോട്ട് കിട്ടുക, നേരെ ഇങ്ങോട്ട് കിട്ടുക. 15% നമുക്ക് ലാഭം അതിൻ്റെ ഡിസ്കൗണ്ട്. അതായത് വലിയ വലിയ കമ്പനികളുടെ, ബ്രാൻഡഡ് കമ്പനികളുടെ മരുന്നിന് 15% ഡിസ്കൗണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ കമ്പനികൾ, ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുണ്ടല്ലോ, അവരുടെ മരുന്നിന് ഏകദേശം 70% വരെ ഡിസ്കൗണ്ട് നൽകുന്നുണ്ടെന്നാണ് ഇതിന്റെ സംഘാടകർ എന്നോട് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്കത് വളരെ വലിയ രീതിയിലുള്ള സഹായം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ അക്കാദമിയിൽ DMLT പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ PA അഖില മോൾ, 2ാം റാങ്ക് നേടിയ P വിനയ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. DMLT കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. താലൂക്ക് എംപ്ലോയീസ് ആൻഡ് പെൻഷൻ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് VK ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MT കുര്യാക്കോസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, V ബാബുരാജ്, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, P നാരായണനുണ്ണി, C മുഹമ്മദ് മുസ്തഫ, P പത്മനാഭൻ, കുറ്റീരി മാനുപ്പ, സംഘ സെക്രട്ടറി A ലിഷ തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ 4 സ്ഥാപനങ്ങൾ പെരിന്തൽമണ്ണയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശവും മനസ്സിലുണ്ടായിരിക്കുന്ന സമയത്താണ് നിലവിലുള്ള മെഡിക്കൽ ഷോപ്പും ലാബും മാറ്റുന്നതിന് വേണ്ടി കെട്ടിട ഉടമ ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഈ 4 സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പുതിയ കെട്ടിടം മൊത്തമായി വാടകയ്ക്കെടുത്ത് അവിടെ പെരിന്തൽമണ്ണയിൽ ഞങ്ങളുടെ കീഴിലുള്ള നീതി മെഡിക്കൽ ഷോപ്പ്, നീതി ലാബ്, നീതി സഹകരണ അക്കാദമി, സർജിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾ ഒറ്റ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്നിവിടെ 1ാം നിലയിൽ നീതി മെഡിക്കൽസും, 2ാം നിലയിൽ നീതി ലാബും, 2ാം നിലയിൽ തന്നെ നീതി സർജിക്കൽസും, 3ാം നിലയിൽ സഹകരണ അക്കാദമിയുടെ കീഴിലുള്ള പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. ഇതിലെല്ലാത്തിലും തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. നീതി മെഡിക്കൽസിൽ ബ്രാൻഡഡ് മരുന്നുകൾക്ക് 15%, ജനറിക് മരുന്നുകൾക്ക് 40% മുതൽ 50% വരെയും ഇൻസുലിന് 20% വരെയും ഡിസ്കൗണ്ട് നൽകി വരുന്നു. നീതി ലാബിൽ എല്ലാ ടെസ്റ്റുകൾക്കും 50% മുതൽ 70% വരെയും ഡിസ്കൗണ്ട് നൽകുന്നു. നീതി സർജിക്കൽസിൽ മെഡിക്കൽ ഉപകരണങ്ങളും ബേബി കെയർ, കോസ്മെറ്റിക് ഐറ്റംസും ലഭ്യമാകും. സഹകരണ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനത്തിൽ JHI, ANM, DMLT, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് പഠിപ്പിക്കുന്നത്. സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നീതി മെഡിക്കൽസ്. കഴിഞ്ഞ വർഷം 1,08,00,000 രൂപയുടെ ഡിസ്കൗണ്ടാണ് സാധാരണക്കാർക്കും മെമ്പർമാർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ നൽകിയിട്ടുള്ളത്. നീതി ലാബിൽ
അതുപോലെ തന്നെ 50% മുതൽ 70% വരെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്. വളരെ ചെറിയ ഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന DMLT കോഴ്സ്, അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സ്, ഫാർമസി അസിസ്റ്റൻ്റ് കോഴ്സ്, ഇവയെല്ലാം ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പെട്ടെന്ന് ജോലി സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ഞങ്ങൾ കാണുന്നു. അത്തരത്തിലുള്ള കോഴ്സുകൾ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ തന്നെ അപ്പോൾ ജോലി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലെ പൊതുജന താല്പര്യമുള്ള പൊതുജന ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ സംഘത്തിൻ്റെ കീഴിൽ ഈ 4 സ്ഥാപനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കീഴാറ്റൂർ പള്ളിപ്പടിയിലെ നീതി സ്റ്റോറും പുത്തനങ്ങാടിയിലെ നീതി സൂപ്പർ മാർക്കറ്റും പെരിന്തൽമണ്ണ നഗരത്തിൽ ഊട്ടി റോഡിൽ കാട്ടുങ്ങൽ കോംപ്ലക്സിലെ എപ്കോ ATM-ഉം സംഘത്തിൻ്റെ മറ്റ് സംരംഭങ്ങളാണ്. പെരിന്തൽമണ്ണ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ 15ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിന് എതിർവശത്തെ പഴയ EMS ഹോസ്പിറ്റൽ കെട്ടിടത്തിൽ ഏറ്റവും നൂതനമായ ഫിറ്റ്നസ് സാമഗ്രികൾ സജ്ജമാക്കി ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് ജിം 15 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും മനുഷ്യരിൽ ആരോഗ്യവും കായികക്ഷമതയും നിലനിർത്തുന്നതിനും നാം എല്ലാവരും ശീലിക്കേണ്ട വർക്കൗട്ടുകൾ വിദഗ്ധരായ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയിലൂടെ നൽകി വരുന്നു. ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ 15ാം വാർഷികം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ UA ബുഷറ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മിസ്റ്റർ വേൾഡ്, മിസ്റ്റർ ഏഷ്യ, മിസ്റ്റർ ഇന്ത്യ പട്ടങ്ങൾ കരസ്ഥമാക്കിയ മുസാദിഖ് മൂസ, ഫിലിം ആക്ടറും ഇന്റർനാഷണൽ മോഡലുമായ രാജീവ് പിള്ള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉടമയും ചീഫ് ട്രെയിനറുമായ MP ഷഫീഖ്, നഗരസഭാ ചെയർപേഴ്സൺ P. ഷാജി, വൈസ് ചെയർപേഴ്സൺ A. നസീറ, ആരോഗ്യകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷൻസി നന്ദകുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ശ്രീവത്സൻ, മലബാർ ദേവസ്വം ബോർഡ് അംഗം K. സുധാകുമാരി, സഹകാർ ഗ്രൂപ്പ് ഫൗണ്ടർ ഡോക്ടർ മുഹമ്മദ് റാഫി, സഹകാർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ, മലപ്പുറം ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ മനാഫ്, സെക്രട്ടറി C. മുജീബ് റഹ്മാൻ, നഗരസഭാ കൗൺസിലർമാരായ KC ഹസീന, സീന ഷാനവാസ്, മുൻ SP U. അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഏറ്റവും മികച്ച സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ നിരവധി പേരാണ് എത്തുന്നത്. ഫങ്ഷണൽ സ്ട്രെങ്ത് ട്രെയിനിങ്, പേഴ്സണൽ ട്രെയിനിങ്, വെയ്റ്റ് ലോസ് ആൻഡ് വെയ്റ്റ് ഗെയിൻ ട്രെയിനിങ്, ഗ്രോസ് ഫിറ്റ് ട്രെയിനിങ്, ഫിസിയോതെറാപ്പി, CX വർക്കൗട്ട്, ക്രോസ് ഫിറ്റ് തുടങ്ങിയ എല്ലാ വർക്കൗട്ടുകൾക്കും ഇവിടെ സൗകര്യങ്ങൾ സജ്ജമാണ്. കാർഡിയോ, ഡയബറ്റിക്, സ്റ്റീം ബാത്ത്, മസാജ് തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ട്രെയിനിങ്ങും നൽകി വരുന്നു. സൂംബ ഡാൻസ്, മോഡൽ എയറോബിക് ഡാൻസ്, കരാട്ടെ, ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയ കായിക പരിശീലനങ്ങളും നൽകി വരുന്നു. ഇനി ഷോർട്ട് ന്യൂസ്.
കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ കുടുംബശ്രീ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. വെട്ടേക്കര സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ സി നാരായണൻകുട്ടി, കെ രാമചന്ദ്രൻ, CDS ചെയർപേഴ്സൺ പ്രസന്ന, കുടുംബശ്രീ അക്കൗണ്ടന്റ് അശ്വതി, നളിനി, രാധ, വിജയലക്ഷ്മി, മേഘ എന്നിവർ സംസാരിച്ചു. ഇന്ന് കുടുംബശ്രീയുടെ 18-ാം വാർഡിന്റെ ഒരു ADS ആഘോഷ പരിപാടിയിൽ ഞാനും ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നത്. പാലക്കാട് ജില്ലയിലാകെ വ്യാപിച്ചു നിൽക്കുന്ന നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിൽ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് കുടുംബശ്രീയുടെ ADSന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ എന്താണ് നമ്മുടെ അയൽക്കൂട്ടങ്ങളുടെ പങ്ക്, അയൽക്കൂട്ടങ്ങൾക്ക് പങ്കുണ്ടോ, എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കുമ്പോൾ ഏറെ വ്യത്യസ്തതകളുണ്ട്. വാണിയംകുളം TRK സ്കൂളിലെ 1979-80 SSLC ബാച്ചിന്റെ 3ാം കുടുംബസംഗമം നടന്നു. മനുഷ്യരിൽ വെച്ച് നടന്ന പരിപാടി രമാദേവി ഉദ്ഘാടനം ചെയ്തു. രാമൻകുട്ടി അധ്യക്ഷനായി. രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AK രാമചന്ദ്രൻ, മറ്റംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തായമ്പക വിദ്വാൻ ഗുരുവായൂർ കൃഷ്ണപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും പുലാചിത്ര, നിറവ്, നാട്ടരങ്ങ് അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവ് ബിനേഷിന് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷാണ് ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. ഇതോടെ കേസിൽ 5 പേർ പിടിയിലായി. ലോഡ്ജിൽ മുറി നൽകാത്തതിന് ജീവനക്കാരനെ കയ്യേറ്റം ചെയ്ത സംഭവം 2 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. തെങ്ങിൽ നിന്ന് വീണ് റിട്ടയർഡ് അധ്യാപകൻ മരിച്ചു. മണ്ണാർക്കാട് കുമരപുത്തൂർ ചുങ്ക സ്വദേശി 73-കാരനായ ഭാസ്കരൻ നായരാണ് മരിച്ചത്. മെഷീൻ ഉപയോഗിച്ച് തെങ്ങിൽ കയറുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് താഴെ വീഴുകയായിരുന്നു. കാഞ്ഞിരപ്പുഴ കുമ്പളംചോല നിവാസികളെ CPM വാർഡംഗം പ്രതീഷ് കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന പരാതിയുമായി അമ്മമാരും കുട്ടികളും. ഭർത്താക്കന്മാരും കുട്ടികളും 3 ദിവസമായി ഒളിവിലാണെന്നും അമ്മമാർ. ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചെന്നും വധഭീഷണി മുഴക്കിയതായും പരാതി. മഴ കുറഞ്ഞതോടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ പുതിയ പാലത്തിന്റെ പണികൾ വേഗത്തിലായി. തൂണുകൾക്കായുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. പട്ടാമ്പി പഴയകടവിനെയും ഞാങ്ങാട്ടിരിയെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള 14 മുതൽ ചാത്തന്നൂർ സിന്തറ്റിക് ട്രാക്കിൽ നടക്കും. 3000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ചെറുപ്പശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേള പുലാപ്പറ്റയിൽ തുടങ്ങും. വീണ്ടും വിവാഹിതരായി. ദാമ്പത്യത്തിൽ 55 വർഷം പൂർത്തിയാക്കിയ ബഷീർ മാഷും ഹസ്നത്ത് ടീച്ചർ. മണ്ണാർക്കാടാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം നടന്നത്. നിയമസാധുത ഉറപ്പാക്കാനാണ് വാർദ്ധക്യത്തിലെ പുനർവിവാഹമെന്ന് ദമ്പതികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.